റീഫണ്ടോ? എന്താ ശരി നല്ല കാര്യമായിട്ട് പറഞ്ഞേ. അത് വണ്ടി പോരാ, മറ്റേതുണ്ട് തട്ടിക്കണം കാര്യമായിട്ട്. അതെ വിളിച്ച് ഞാൻ അവിടുന്ന് സംസാരിക്കാറുണ്ട്. ഞങ്ങളൊക്കെ വിളിച്ചില്ലേ? ഇതിന് ആരും ഇല്ല. അതാ ഇല്ലേ കാര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ റീഫണ്ട് ചെയ്യാൻ നോക്കുന്നത് ഞങ്ങൾ പോകാനല്ലോ. മുമ്പ് സാറെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലേ കഥ അല്ലേ? അപ്പം ആണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് ചെയ്യണ്ടല്ലേ? ഒരു മാസം ഞങ്ങളതിന് ഇപ്പം തന്നിട്ടല്ലോ പൈസ. പിന്നെ എങ്ങനെ ഹാങ്ക് ഒന്നല്ല കാര്യമായിട്ട് പറഞ്ഞു. റെക്കോർഡല്ല, ഇതിപ്പോൾ നമ്മൾ തെളിവിനാണേ. പൈസ വരുമ്പോൾ ഒരു അതൊക്കെ ഞാൻ വിടും, അല്ലെങ്കിൽ യൂട്യൂബിൽ വിടും. ആ എപ്പോ? ഇപ്പൊ തരണ്ടേ? അത് ഇങ്ങോട്ട് അയച്ചാൽ മതി. ആർക്കാ അയച്ച്? അത് ഇങ്ങോട്ട് അയക്കാൻ പറഞ്ഞാൽ മതി പൈസ. സംഭവം ഇത് തെളിവിന് എടുക്കണമെന്ന് വീഡിയോ അല്ലേ ചേച്ചി? തെളിവിന് വീഡിയോ ഉണ്ടല്ലേ? എപ്പോഴാണ് പൈസ? എപ്പോഴാ? ആ ഇനിയിപ്പോൾ വണ്ടി എടുത്തതിലും ഇതേ അവസ്ഥ തന്നെ ആവുക. ആർക്കും വീഡിയോ എടുക്കണില്ല. അത് അല്ലല്ലോ. അല്ല തെളിവിന് വേണ്ടി എടുക്കുകയാണ്. നിങ്ങളിപ്പോൾ എപ്പോഴാണ് എങ്ങനെ നമുക്കത്? അല്ല വണ്ടി ഇപ്പൊ വിട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ വിട്ടല്ലോ. അപ്പൊ നമ്മൾ റീഫണ്ട് തിരിച്ച് റീഫണ്ട് ചെയ്യാം, അത്രല്ലോ. ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോൾ സംഭവം ശരിയാണ്. ഞങ്ങൾ കൂടുതൽ ഓടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഒരട്ടം വണ്ടി ചോദിക്കണം. ഇത് മാറ്റി നിങ്ങളെ മുഖം കാണട്ടെ. പണിയൊന്നല്ല കാര്യമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ താത്താൻ്റെ മേടിച്ചിട്ടാ പൈസ. എപ്പോഴാ തരാ? ഇത് വൈകുന്നേരത്തേക്ക് കിട്ടോ? വണ്ടിക്ക് ഇങ്ങനെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറയണ്ട. സീറ്റ് കയറിയിട്ടുണ്ട്. സീറ്റ് ഞാൻ ആദ്യം അങ്ങനെ സീറ്റൊക്കെ കയറിക്കണം. പിന്നെ വണ്ടി തട്ടിയണോ? വാ കരയോ അല്ലേ? നിങ്ങളല്ലേ പറഞ്ഞ് ഫണ്ട് തരുന്നത്? ആയിക്കോട്ടെ കുഴപ്പമില്ല. എന്താ അറിയോ, ഞങ്ങൾ വണ്ടി കുറച്ച് ലോങ് എന്താണ് വണ്ടി ഫ്രണ്ട് അടിച്ചിക്കണം. അത് നിങ്ങളെന്താ പറയണ്ടേ? ഫ്രണ്ട് അവിടെ അടിച്ചോളൂ. ഫ്രണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ സൈഡ് ഈ ഫ്രണ്ട് അടിച്ചോളൂ. അതിപ്പോൾ ഞങ്ങൾ പോയപ്പോഴാണ് അറിയേണ്ടത്. ഇത് തെളിവാണ്. ഇതൊക്കെ തെളിവാണല്ലേ? അതല്ല, നിങ്ങളൊരു കാര്യം, റീഫണ്ട് എപ്പം തരും? അതഞ്ഞി ചോദ്യമുള്ളൂ. 15 ദിവസം അല്ലേ? ഞങ്ങൾ ഇപ്പോഴല്ലേ തന്ന്, അഡ്വാൻസ് തന്ന് ഇപ്പോഴല്ലേ? ഹക്കീംഖാനെ വിളിച്ചിട്ട് എന്താ കാര്യം? അത് വിളിക്കൊന്നും വേണ്ട, എന്നിട്ട് പറഞ്ഞാൽ മതി. ഇതാണ്ടോ ഫുള്ളിതാ. ഇത് കൂടെ ഒക്കെ ഓരോരോ പ്രശ്നങ്ങളാണ്. നിങ്ങൾ വണ്ടി തരുമ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് തരണ്ടേ ഞങ്ങൾക്ക് വണ്ടി? ഇത് പൈസ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്ന് കിട്ടിയിട്ട് ഞങ്ങൾ പോകുള്ളൂ കേട്ടോ. കാര്യം പറഞ്ഞാണ്ട. ആ പറയുന്നു വേണ്ട, ഇത് സംസാരിക്കും. ഇത് ഫ്രണ്ട് തട്ടുന്നു. നിങ്ങൾ തരും. ഒരു മിനിറ്റ് ഞാൻ പഴുത്ത് കൊടുക്കാം. ഹലോ, പിന്നെ തട്ടിയിട്ടൊന്നുമില്ല, ചെറിയ പ്രാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ പ്രാങ്ക് കേട്ടോളേ. അയ്യേ ഓൾറെഡി ചൂടായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മൂപ്പര് റിട്ടേൺ ചെയ്യാറിറക്കണം.
രസല്ലേ? എന്താ പറയണേ? അല്ല, ഇത് നമ്മളൊരു വണ്ടി നോക്കുമ്പോൾ നിങ്ങൾ വണ്ടി ഇത് ഇന്ന കാര്യങ്ങൾ പറയണ്ടേ? അതറിയണ്ടെങ്കിൽ അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ടല്ലേ സ്റ്റാഫ് ഇവിടെ നിൽക്കുക. ഇത് ഫോണിത് ഞങ്ങൾക്ക് തെളിവിനാണ്. നിങ്ങൾ അഥവാ നിങ്ങൾ എന്തെങ്കിലും കാട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തെളിവ് വേണ്ടേ? ഇയാളാണ് വണ്ടി എടുത്തതെന്ന് ഗൈസ്. നിങ്ങൾ പറയണേ ഇത് വണ്ടിക്ക് ഇന്ന കംപ്ലൈൻറ്റ് ഉണ്ട്, ഇന്ന മാതിരി അറിയട്ടെ. ഞങ്ങളിത് 4-5 ലക്ഷം റുപ്യ എടുത്തിട്ടല്ലേ വണ്ടി മേടിക്കണേ. വാ അവിടെ ഇരുന്ന് സംസാരിക്കാം. നമ്മൾ അവിടെ നിന്നല്ലേ ഉറപ്പിച്ചത്. എന്തിനു പോണ്? വാ നമുക്ക് വെള്ളം കുടിച്ച് സംസാരിക്കാം. എന്താണ്? അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല നിങ്ങൾ ഒരു വണ്ടി കച്ചവടം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് അറിയില്ലെങ്കിൽ പിന്നെ ഇത് നിൽക്കണോ? ഇന്ന് നിർത്തില്ലേ? അല്ല ഇവിടെ അങ്ങനെ കുറേ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇതുവരെ സംഭവിച്ചില്ല. അപ്പം ഞങ്ങൾക്ക് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഡോറ് മാത്രമല്ല, ഫ്രണ്ട് അടിച്ചുകൊണ്ടല്ല എൻ്റെ. അല്ല ഇത് ഞങ്ങൾ വരുമ്പോൾ പറയണ്ടേ ഇതൊക്കെ ഇങ്ങനെ കാര്യമാണെന്നല്ല പറയണ്ടേ? ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യാം? ആ നന്നായി. അപ്പം ഞങ്ങൾക്ക് കുറ്റല്ലേ? എന്നാ വാ. അല്ല അയച്ചു കൊടുക്കാനല്ല, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടോ. വാടോ. വാ, അത് ഉറപ്പിക്കുക. വെള്ളം മേടിച്ചു എന്നാ കടയിൽ നിന്ന് വെള്ളം മേടിച്ചു തരും. ഇന്നത് ഉറപ്പി എടാ. ഓഫാക്കുന്നല്ല ഇങ്ങനെ ഇല്ല ചേച്ചി. അല്ല ശരിക്കും ഇവിടെ എങ്ങനെയാണ് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എത്ര ദിവസം കൂടെ തരാം?